ഈജിപ്തിൽ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടി അല്പസമയത്തിനകം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 154 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചു കഴിഞ്ഞു. ഹമാസ് മോചിപ്പിച്ച 20 ബന്ദികൾ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തി. ഇസ്രായേൽ പാർലമെന്റിൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. യുദ്ധം അവസാനിച്ചെന്നും ഇനി മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ കാലമാണെന്നും ട്രംപ് പറഞ്ഞു. ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കണ്ട പ്രസിഡന്റ് നിലവിൽ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കുടുംബങ്ങളെ തിരിച്ച് കണ്ട ഇരുട്ടിൻ്റെ ദിവസങ്ങൾക്കൊക്കെ ശേഷം കുടുംബാംഗങ്ങളെ തിരിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ബന്ദികളുള്ളത്. ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഒരു ശാശ്വതമായ സമാധാനം വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചകോടി ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ട്രംപിനോട് ഇപ്പോൾ അവിടെ എത്തിയ ഉടനെ ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, ഈ രണ്ടാം ഘട്ട ചർച്ചകൾ എപ്പോഴാണ് നടക്കുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ട്രംപ് മറുപടി പറഞ്ഞത് രണ്ടാം ഘട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നതാണ്. ഇപ്പോൾ ആദ്യഘട്ട ചർച്ചകൾ അത് വളരെ സുഗമമായി നടക്കുകയും ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ബന്ദികളെ വിട്ടയക്കാൻ സമ്മതമറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഹമാസിൻ്റെ പക്കലുള്ള ജീവിച്ചിരിക്കുന്ന 20 ഇസ്രായേലി പൗരന്മാരെ വിട്ടു നൽകുകയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ തിരിച്ച് അവരുടെ പക്കൽ തടവിലുണ്ടായിരുന്ന 1900-ലധികം പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ 154 തടവുകാരെ വിട്ടയച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇനിയും നിരവധി 1000-ലധികം പേരെ വിട്ടയക്കാനുണ്ട്. അപ്പോൾ ഈ ബന്ദികളുടെ കൈമാറ്റം, പരസ്പരമുള്ള കൈമാറ്റമൊക്കെ സുഗമമായി തന്നെ നടന്നു. ഇസ്രായേലിൽ വളരെ വലിയ ഒരു സ്വീകരണം തന്നെ ഈ തിരിച്ചെത്തിയ ഈ തടവുകാർക്ക്, ഈ ബന്ദികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ട്രംപ് ഉൾപ്പെടെ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ സന്ദർശിച്ചതിന് ശേഷമാണ് ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഈ ഇസ്രായേലാണെങ്കിലും അതുപോലെ തന്നെ ഹമാസ് ആണെങ്കിലും വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്ത ചില കാര്യങ്ങളെല്ലാം ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഹമാസ് ഈ ഗാസ മുനമ്പിൻ്റെ ഈ അധികാരം അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഹമാസിനും കൂടി പങ്കാളിത്തം വേണം, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു പ്രതിനിധി കൂടി അതിൽ ഇടപെടും എന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം അതും ഹമാസ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഗാസ മുനമ്പിൽ നിന്ന് ഈ 3 ഘട്ടമായിട്ട് സൈനികരെ പിൻവലിക്കണം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പകരം ഒരു അന്താരാഷ്ട്ര ഭരണസമിതിയായിരിക്കും അവിടെയുള്ള ഭരണമാണെങ്കിലും സുരക്ഷയാണെങ്കിലും എല്ലാം മേൽനോട്ടം വഹിക്കുക എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ പൂർണ്ണമായിട്ട് സൈനികരെ പിൻവലിക്കില്ല എന്ന് ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ അവിടെ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലടക്കം പറഞ്ഞിരുന്നു. ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം പഴയതുപോലെ അല്ലെങ്കിലും അവരുടെ സാന്നിധ്യം മേഖലയിൽ എപ്പോഴും ഉണ്ടാകും എന്നാണ് ഈ നെതന്യാഹു ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ചയിലാണ് പ്രധാനമായിട്ടും 2 കൂട്ടരും, ഹമാസും ഇസ്രായേലും ഒരേപോലെ വിയോജിക്കുന്ന പല വ്യവസ്ഥകളും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇന്ന് ട്രംപിൻ്റെ നേതൃത്വത്തിൽ തന്നെ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തുടക്കമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഈജിപ്തിലുള്ള ഗാസ ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തുടങ്ങി വയ്ക്കും. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പ്രത്യേക ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ആദ്യം ഈജിപ്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നത് കാരണമാണ് നരേന്ദ്രമോദി പങ്കെടുക്കാത്തത് എന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ ഈ ഒരു ഉച്ചകോടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിൽ. ട്രംപ് നിലവിൽ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് ട്രംപിനെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ സമ്മേളന വേദിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളും അവിടെ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പലസ്തീൻ്റെ പ്രതിനിധി ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ചർച്ചകൾ ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെ തന്നെ അവിടെ ആരംഭിക്കും. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധം അവസാനിച്ചു, ഇനി സമാധാനത്തിൻ്റെ കാലമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ദ പീസ് പ്രസിഡന്റ് എന്ന ആ ഒരു പദവി സ്വയം ഏറ്റെടുക്കുകയാണ് ട്രംപ്. പക്ഷേ സമാധാനം
ആര് കൊണ്ടുവന്നാലും അത് സമാധാനം തന്നെയാണ്. അത് നിലനിൽക്കുന്ന സമാധാനമാവട്ടെ എന്നത് മാത്രമേ ഈ സമയത്ത് പ്രത്യാശയുള്ളൂ.